നമസ്കാരം. ബീഹാറിൽ ഒരു വലിയ മുന്നേറ്റം നടക്കുകയാണ്. ബി.ജെ.പിക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടത്താൻ പോകുന്ന ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ സാമ്പിളാണ് ബീഹാറിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയാവുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി വരെ ആയപ്പോഴേക്കും ബീഹാറിലെ പോളിംഗ് ശതമാനം 43% പിന്നിട്ടിരുന്നു. അതിനുശേഷം മന്ദഗതിയിലായി എങ്കിലും മെച്ചപ്പെട്ട പോളിംഗ് കണക്കുകളാണ് ബീഹാറിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ തന്നെ രാവിലെ മുതൽ ഉച്ചവരെ ആദ്യ സമയങ്ങളിലുണ്ടായ വോട്ടർമാരുടെ ഒരു വലിയ തള്ളിക്കയറ്റം സൂചിപ്പിക്കുന്നത് ബീഹാറിലെ വോട്ടർമാർ രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ്. അതായത് ബീഹാറിൽ ജനങ്ങൾക്കിടയിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം, ബി.ജെ.പി. വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് അവരുടെ ഈ തെരഞ്ഞെടുപ്പിനോടുള്ള സമീപനത്തെ മുൻനിർത്തി പറയാനുള്ളത്. അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ സംഭവം വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ആ വെട്ടിക്കൂട്ടൽ പരിപാടിക്ക് കനത്ത തിരിച്ചടി കിട്ടുകയും ചെയ്തു. അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി വോട്ട് ചോരി നടന്നിട്ടുണ്ട്, വോട്ട് കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കണക്ക് സഹിതം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര എന്ന പേരിൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ സംഘടിപ്പിക്കപ്പെട്ടു. ബീഹാറിലെ സാധാരണക്കാരായ ആയിരക്കണക്കിന് 10,000-കണക്കിന് വോട്ടർമാരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മഹാസഖ്യത്തോട് ആഭിമുഖ്യമുള്ള, കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള, RJDയോട് ആഭിമുഖ്യമുള്ള നിരവധി വോട്ടർമാരുടെ പേരുകൾ കാണാനില്ല. അവർക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്യാൻ കഴിയില്ല. അതിൽ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്കൊപ്പം ചേർന്നു. അതോടൊപ്പം പല ഗ്രാമങ്ങളിലും ഒരേ അഡ്രസ്സിൽ 100, 200, 300, 400 ഒക്കെ വോട്ടർമാർ ബീഹാറിലുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രതിഷേധം ബി.ജെ.പിക്കെതിരെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഒക്കെ ഉയർത്തിവിടാൻ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ ഐക്യത്തിനും കഴിഞ്ഞു. അതാണ് വോട്ടർമാർക്കിടയിൽ ചലനമുണ്ടാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ, അതായത് 2 പതിറ്റാണ്ടായി NDA ഭരിക്കുന്ന സംസ്ഥാനത്ത് വികസനം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും ക്യാമ്പയിനുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൻ്റെ മുന്നേറ്റത്തിനുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമായി വിലയിരുത്തപ്പെടുകയാണ്. കാരണം ഇത്രയും ഐക്യത്തോടുകൂടി വിശാല സഖ്യം അല്ലെങ്കിൽ മഹാസഖ്യം, ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ സകല നേതാക്കളെയും ഒന്നിച്ച് ഒരു നൂലിൽ കോർത്ത പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട്. 23 പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ബീഹാറിൽ വന്ന് ക്യാമ്പയിനുകൾ തുടർച്ചയായി നടത്തി. അതിലൊക്കെ പങ്കെടുത്തു. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കും, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആണെന്ന് പ്രഖ്യാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ആ സംസ്ഥാനവും ആ മുഖ്യമന്ത്രി പദവിയും ഒക്കെ തേജസ്വിയുടെ കീഴിൽ വരട്ടെ എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ആ മുന്നണിയുടെ ഐക്യമാണ് അവിടെ വ്യക്തമായി ബലപ്പെടുന്നത്. അത് ബി.ജെ.പിക്കുള്ളൊരു വലിയ പ്രഹരമാണ്. അതായത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, വോട്ട് കൊള്ള നടത്താതിരിക്കാൻ വേണ്ടി പല ഇടങ്ങളിലും യുവാക്കളുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇത്തവണ വോട്ട് കൊള്ള നടത്താൻ ഇവരെ അനുവദിക്കരുത് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ജനങ്ങളോട്. അപ്പോൾ ഇതൊക്കെ ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ബി.ജെ.പിക്ക് എതിരായിട്ടുള്ള ജനവിധിയാണ് വരുന്നതെങ്കിൽ പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണെന്ന മട്ടിൽ പിന്നീട് അങ്ങോട്ട് രാജ്യവ്യാപകമായതൊരു വലിയ ക്യാമ്പയിനായി കത്തിക്കയറാനുള്ള സകല സാധ്യതകളും മുന്നിൽ നിൽക്കുന്നുണ്ട്. അതായത് ബീഹാർ ഒരു ചൂണ്ടുപലകയാണ്. ബീഹാറിൽ കോൺഗ്രസ് വിജയിച്ചാൽ, ഇന്ത്യ സഖ്യം വിജയിച്ചാൽ അത് മോദിക്കുള്ള കനത്ത തിരിച്ചടിയാണ്, ബി.ജെ.പിക്കുള്ള ഒരു വലിയ പ്രഹരത്തിൻ്റെ തുടക്കമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോരാട്ടമായിരിക്കും ബി.ജെ.പിക്കെതിരെ രാജ്യവ്യാപകമായി ഉണ്ടാവുക. ഇപ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയർന്നത് തന്നെ ബി.ജെ.പിക്കെതിരായ ജനവികാരം ശക്തമാണ്. അതിശക്തമായ കനത്ത ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ നിലനിൽക്കുന്നുണ്ട്.
അത് പ്രകടിപ്പിക്കാൻ വോട്ടർമാർ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുന്നതിൻ്റെ തെളിവാണ്, അടയാളമാണ് ഇപ്പോൾ ഈ കാണുന്ന വലിയ തിരക്ക്, വോട്ടർമാരുടെ വലിയ തിരക്ക് എന്ന നിലയിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്, കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മഹാസഖ്യം പണിയെടുത്തതിന് റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് വരുന്നു. ജനങ്ങൾ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാനും തങ്ങളുടെ വോട്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാനും വേണ്ടി ഒറ്റക്കെട്ടായി പോളിംഗ് ബൂത്തുകളെ സമീപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കുറെ കൂടി വേഗത്തിലാകുന്നു, ജാഗ്രതയോടുകൂടിയുള്ളതാകുന്നു. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്നാണ് മഹാസഖ്യം ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് ബീഹാറിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുകയും അവിടുത്തെ 2 പതിറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന NDA ഭരണത്തിന് അവസാനമുണ്ടാവുകയും ചെയ്യുന്നു എന്ന ട്രെൻഡാണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളാണ് മഹാസഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഹരിയാനയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം അത് വോട്ടർമാർക്കിടയിൽ ആഴത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടർമാർ തങ്ങളുടെ വോട്ടുകൾ കാണാതെ പോകുന്നതിനെതിരെ പരാതി പറയുന്നു. തങ്ങൾ പോലും അറിയാതെ തങ്ങളുടെ ഗ്രാമത്തിൽ കൂടുതൽ വോട്ടർമാരുടെ പേരുകൾ വരുന്നതായി കാണപ്പെടുന്നു. അങ്ങനെ തങ്ങളുടെ അടിസ്ഥാന അവകാശമായ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നെടുംതൂണായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പോലും അട്ടിമറിക്കുന്നു എന്ന് ജനങ്ങളെ നിരന്തരമായി ബോധ്യപ്പെടുത്താൻ രാഹുലിനും തേജസ്വിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ കോൺഗ്രസിൻ്റെ വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനുകൾ കൃത്യമായി കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വലിയ പതനം അവിടെ BJPക്ക് ഉണ്ടാകും. എന്ന് മാത്രമല്ല, എക്സിറ്റ് പോൾ ഫലങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് വന്ന സർവേ റിപ്പോർട്ടുകൾ പലതും BJPക്ക് നേരിയ മാർജിനിൽ വിജയമുണ്ടാകും, 8-10 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും അത് ഈ പറയുന്ന മാധ്യമങ്ങൾക്ക്, സർവേ ഏജൻസികൾക്ക് BJPയോടുള്ള വിധേയത്വത്തിൻ്റെ പുറത്ത് സംഭവിക്കുന്നതാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ BJPക്ക് കനത്ത തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസിന്, മഹാസഖ്യത്തിന് അവിടെ കഴിയുമെന്നതിൻ്റെ തെളിവാണ് ഈ സർവേകളെന്നാണ് മഹാസഖ്യം വാദിക്കുന്നത്. അതായത് ഈ സർവേകളിലൊക്കെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് സകലരും പറയുന്നത്, അല്ലെങ്കിൽ കൂടിയ ശതമാനം ആളുകളും അഭിപ്രായപ്പെടുന്നത് തേജസ്വി യാദവ് തന്നെ അവിടെ മുഖ്യമന്ത്രി ആകണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി ആരോപണത്തിന് കൃത്യമായ മറുപടി പറയാൻ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലൊന്നും BJPക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതും BJPക്ക് വലിയ തിരിച്ചടിയാണ്. എന്തായാലും ബീഹാറിലൊരു വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നു. അവിടെ ഭരണം പിടിച്ചെടുക്കാൻ കോൺഗ്രസും മഹാസഖ്യവും സജ്ജമാകുന്നു. അവിടെ വിജയത്തിലേക്ക് അടുക്കുകയാണ് മഹാസഖ്യം എന്ന രീതിയിലാണ് പ്രചാരണങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ വിലയിരുത്തലുകൾ വരുന്നത്. ഇപ്പോഴത്തെ വോട്ടിംഗ് ശതമാനമായിക്കൊള്ളട്ടെ, അവിടുത്തെ ജനങ്ങളുടെ ആഭിമുഖ്യമായിക്കൊള്ളട്ടെ, ജനങ്ങളുടെ പങ്കാളിത്തമായിക്കൊള്ളട്ടെ, ഒക്കെ തങ്ങൾക്ക് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ് എന്ന് മഹാസഖ്യം ഉറപ്പിക്കുകയാണ്.